സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം വന്ന ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ് ഞാൻ ഈ ഷോർട്ട് ന്യൂസ് റിപ്പോർട്ടിലൂടെ ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പൊതുമേഖലാ സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിലെ ടിക്കറ്റ്സ് മറ്റ് സ്വകാര്യ ആപ്പുകളിൽ 4 ഇരട്ടി വർധനയിൽ ലഭിക്കുന്നത്? വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും കിട്ടാത്ത ടിക്കറ്റ് നമുക്ക് സ്വകാര്യ ആപ്പുകളിൽ ലഭിക്കുന്നു. ഉദാഹരണം, ഉടുപ്പിയിൽ നിന്ന് തിരൂരിലേക്കുള്ള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൽ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റിന്റെ നോർമൽ റേറ്റ് വരുന്നത് 255 രൂപയാണ്. എന്നാൽ ഇത് ഒരു സ്വകാര്യ ആപ്പിൽ 960 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 4 ഇരട്ടി അധികം റേറ്റിലാണ് യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കുന്നത്. എന്നാൽ ഇത് ഈ റൂട്ടിൽ മാത്രം ഓടുന്ന ട്രെയിനിന്റെ അവസ്ഥയാണ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഒരുവിധം എല്ലാ ട്രെയിൻ റൂട്ടുകളുടെയും അവസ്ഥയാണ്. 2 മാസം കഴിഞ്ഞാലുള്ള ടിക്കറ്റ്സ് പോലും റെയിൽവേയുടെ ആപ്പ് വഴിയോ നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴോ നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ ആപ്പുകൾ വഴി കൊള്ള ലാഭത്തിൽ ടിക്കറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇത്തരത്തിലുള്ള ആപ്പുകളിൽ എങ്ങനെയാണ് ഇത്രയധികം ടിക്കറ്റ് ലഭിക്കുന്നത്? പിന്നെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് എടുക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക.